ഒരു ക്രിസ്ത്യാനി തൻ്റെ ജീവിത രീതിയായി 10 കൽപ്പനകളുടെ കീഴിലല്ല ജീവിക്കേണ്ടത്. അവൻ അതിനേക്കാളൊക്കെ ഉയർന്ന അവസ്ഥയിലാണ്. അവൻ ഈ പറഞ്ഞതിനേക്കാളൊക്കെ ഉന്നതമായ ഒരു നിലവാരത്തിൽ വേണം ജീവിക്കേണ്ടത്. വിശുദ്ധ പൗലോസ് തെസ്സലോനിക്കർക്ക് എഴുതിയ 1-ാം ലേഖനം 5-ാം അധ്യായത്തിൽ നൽകിയിരിക്കുന്ന കൽപ്പനകൾ അതിൻ്റെ ഉദാഹരണമാകുന്നു. ഈ കൽപ്പനകൾ പ്രായോഗികമാണ്, ദൈനംദിന ജീവിതത്തിലെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. ജീവസന്ദേശത്തിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നാം ക്രിസ്തുവേശുവിൽ സ്വതന്ത്രരാണെന്നുള്ളതിൻ്റെ അർത്ഥം യാതൊരുവിധ നിയന്ത്രണങ്ങളും ഇല്ലാത്തവർ എന്നല്ല. ദൈവാത്മാവ് നടത്തുന്നവരെയാണ് ബൈബിൾ ദൈവമക്കളെന്ന് വിവക്ഷിക്കുന്നത്. ആത്മാവിനെ അനുസരിച്ച് നടക്കുമ്പോൾ മാത്രമാണ് നാം ദൈവത്തിന് ഫലം കായ്ക്കുന്നവരായിത്തീരുന്നത്. 1 തെസ്സലോനിക്കർ 5-ാം അധ്യായം 14-ാം വാക്യം മുതൽ 28 വരെയുള്ള വാക്യങ്ങൾ ഇന്ന് നമ്മൾക്കൊരുമിച്ച് ചിന്തിക്കാം. ക്രിസ്തുവിൻ്റെ പുനരാഗമനത്തിന് കാത്തിരിക്കുന്ന ഏതൊരു വിശ്വാസിയും അനുഷ്ഠിക്കേണ്ട കൽപ്പനകളാണ് വിശുദ്ധ പൗലോസ് തെസ്സലോനിക്കർക്ക് എഴുതിയ 1-ാം ലേഖനം 5-ാം അധ്യായത്തിൽ നമുക്ക് പറഞ്ഞു തരുന്നത്. അതിൽ 3 കൽപ്പനകൾ നാം ചിന്തിച്ചു കഴിഞ്ഞു. ഓർക്കുന്നുണ്ടല്ലോ? അന്യോന്യം ആശ്വസിപ്പിക്കുക അല്ലെങ്കിൽ പ്രോത്സാഹിപ്പിക്കുക, 1-ാമത്തെ കൽപ്പന. 2-ാമത്തേത് തമ്മിൽ ആത്മീയ വർധന വരുത്തുക. 3-ാമത്തേത് നിങ്ങളെ ദൈവവചനം പഠിപ്പിക്കുന്നവരെ അറിയുക. ഇനി 4-ാമത്തെ കൽപ്പന നാം വായിക്കുന്ന അവരുടെ വേല നിമിത്തം, അതായത് നിങ്ങളെ ദൈവവചനം പഠിപ്പിക്കുന്നവരുടെ വേല നിമിത്തം ഏറ്റവും സ്നേഹത്തോടെ വിചാരിക്കണം എന്ന്. ദൈവവചനത്തെ സ്നേഹിക്കുന്ന ആളുകളെ ഞാൻ എപ്പോഴും അഭിനന്ദിക്കാറുണ്ട്. കാരണം അവർ എൻ്റെ അടുത്ത സ്നേഹിതരാകുന്നു എന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. ഒരു മനസ്സുള്ളവർ എപ്പോഴും ഒരുമിച്ച് പോകുമല്ലോ. ഈ പ്രോഗ്രാം മൂലം ദൈവം എനിക്ക് തന്ന സ്നേഹിതർ വിലപ്പെട്ട ഒരു കൂട്ടമാകുന്നു. ഒരു വലിയ കൂട്ടമാണ്. ലോകമെമ്പാടും ആയിരക്കണക്കിന് സ്നേഹിതർ എനിക്കുണ്ട്. ഇപ്പോൾ എന്നെ ശ്രദ്ധിക്കുന്ന താങ്കളും ആ കൂട്ടത്തിൽ പെടുമെന്ന കാര്യത്തിൽ സംശയമില്ല. നിങ്ങളുടെ സ്നേഹത്തിനും കരുതലിനുമായി ഞാൻ ദൈവത്തിന് നന്ദി പറയട്ടെ. ഞാനും നിങ്ങളെ സ്നേഹിക്കുന്നു എന്നോർക്കുക. അനേകരും കത്തെഴുതി എന്നെ അവരുടെ വീട്ടിലേക്ക് ക്ഷണിക്കുകയും അവരുടെ ആരാധനകളിലും കൂട്ടായ്മകളിലും സംബന്ധിക്കുവാൻ പ്രോത്സാഹിപ്പിക്കുകയും ഒക്കെ ചെയ്യാറുണ്ട്. എല്ലായിടത്തും പോകുവാൻ കഴിയില്ലെങ്കിലും പല സ്ഥലങ്ങളിലും പോയി പലരെയും കാണുവാൻ, അവരുമായി കൂട്ടായ്മ ആചരിക്കുവാൻ സാധിക്കുന്നുണ്ട്. ഇതിൻ്റെ അർത്ഥം ഞാൻ ദൈവവചനം പഠിപ്പിക്കുന്നതും അവർക്ക് പ്രയോജനപ്പെടുന്നു എന്നത്രേ. ഈ പ്രിയപ്പെട്ടവർ എന്നെ സ്നേഹിക്കുന്നത് അതുകൊണ്ടാണ്. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സുഹൃത്തെ, താങ്കളുടെ സഭയിൽ ദൈവവചനം പഠിപ്പിക്കുന്ന വ്യക്തിയെ സ്നേഹത്തോടെ കരുതുവാൻ താങ്കൾക്ക് കഴിയുന്നുണ്ടോ? അങ്ങനെ പഠിപ്പിക്കുവാൻ ആളില്ല എങ്കിൽ ഞാൻ പറയട്ടെ, നിങ്ങൾ അതിനുവേണ്ടി പ്രാർത്ഥിക്കണം. താങ്കൾ അങ്ങനെ ഒരു അവസ്ഥയിലാകുന്നു എങ്കിൽ അത് വലിയ പ്രതിസന്ധിയാണ്. സഭാ ശുശ്രൂഷകന് അതിന് മനസ്സില്ല എങ്കിൽ, സമയമില്ല എങ്കിൽ താങ്കൾ അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. അദ്ദേഹത്തെ ആ കാര്യത്തിൽ പ്രോത്സാഹിപ്പിക്കണം. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നിങ്ങൾക്കും നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്കും ഒഴിച്ചുകൂടുവാൻ പാടില്ലാത്ത ഒന്നാണ് ദൈവവചന പഠനം. അങ്ങനെ പഠിപ്പിക്കുന്നവരെ വളരെയേറെ കരുതേണ്ടതുണ്ട്, ബഹുമാനിക്കേണ്ടതുണ്ട്. വിശുദ്ധ പൗലോസ് പറയുന്നത് അവരുടെ വേല നിമിത്തം ഏറ്റവും സ്നേഹത്തോടെ വിചാരിക്കണം എന്നത്രേ. ഇന്ന് അനേകർക്കും ഇത് അനുസരിക്കുവാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അത് വലിയ വിപത്തിലേക്ക് കൊണ്ടെത്തിക്കും. 5-ാമത്തെ കൽപ്പന തമ്മിൽ സമാധാനമായിരിപ്പീൻ. ഇതെല്ലാം ഒരൊറ്റ പൊതിയിൽ തന്നെ പൊതിഞ്ഞിട്ടുള്ളതാണ്. എല്ലാവരും കൂടി ഒരു സഭയെ നിയന്ത്രിക്കുവാൻ പോയാൽ അത് നടന്നെന്ന് വരില്ല. സഭ മാത്രമല്ല, എല്ലാവരും കൂടി ഒരു സംഘടനയെയും നടത്തുവാൻ പോയാൽ കുഴപ്പമാകും. ആരെങ്കിലും അധികാരമുള്ള ആളുണ്ടായിരിക്കണം, സംശയമില്ല. അന്തിമ തീരുമാനമെടുക്കുവാൻ ഒരാളുണ്ടാകണം. ഇന്ന് വളരെ സഭകളിലെയും ക്രിസ്തീയ സംഘടനകളിലെയും പ്രധാന പ്രശ്നം ഒരുപാട് പേര് കൂടിയിട്ട് ഒരു വണ്ടി ഓടിക്കുവാൻ ശ്രമിക്കുന്നതാണ്. എല്ലാവരും സഹകരിക്കണമെന്നുള്ളത് അത്യാവശ്യമാണ്. എന്നാൽ എല്ലാവരും കൂടി സ്റ്റിയറിംഗ് പിടിക്കുവാൻ ശ്രമിച്ചാലോ? ഒരു നേതാവ് ഉണ്ടായിരിക്കണം.
അദ്ദേഹത്തെ അനുസരിക്കുവാനും പിൻപറ്റുവാനും മറ്റുള്ളവർ തയ്യാറാകണം. ആ ക്രമീകരണത്താൽ നിങ്ങൾക്ക് സമാധാനമുണ്ടാകും. ഇന്നത്തെ ക്രിസ്തീയ സഭയുടെ സ്ഥിതിയും ഇതുതന്നെയാകുന്നു എന്ന് ഞാൻ ഓർപ്പിക്കട്ടെ. സ്നേഹത്തിൻ്റെ സുവിശേഷം വെറുപ്പിൻ്റേതും കയ്പിൻ്റേതുമായ അന്തരീക്ഷത്തിൽ പ്രസംഗിക്കുവാൻ പ്രയാസമാണ്. അങ്ങനെയുള്ളൊരു സഭയിൽ ദൈവത്തിൻ്റെ ആത്മാവിന് പ്രവർത്തിക്കുവാൻ തന്നെ പ്രയാസമാണ്. പ്രവർത്തിക്കില്ല എന്ന് ഞാൻ പറയട്ടെ. ഇനിയും 6 മുതൽ 9 വരെയുള്ള കൽപ്പനകൾ അടുത്ത വാക്യത്തിൽ നാം കാണുന്നുണ്ട്. 14-ാം വാക്യത്തിൽ, സഹോദരന്മാരെ, ഞങ്ങൾ നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത് ക്രമം കെട്ടവരെ ബുദ്ധി ഉപദേശിപ്പീൻ, ഉൾക്കരുത്തില്ലാത്തവരെ ധൈര്യപ്പെടുത്തുവീൻ, ബലഹീനരെ താങ്ങുവീൻ, എല്ലാവരോടും ദീർഘക്ഷമ കാണിപ്പീൻ. ക്രമം കെട്ടവരെ ബുദ്ധി ഉപദേശിപ്പീൻ, ഇതാണ് 6-ാമത്തെ കൽപ്പന. 5-ാമത്തെ കൽപ്പനയ്ക്ക് പിൻപേ സ്വാഭാവികമായി വരേണ്ടത് ഇത് തന്നെയാണ് എന്ന് തീർച്ചയാണ്. കഴിഞ്ഞ കൽപ്പന നാം കണ്ടത് തമ്മിൽ സമാധാനമായിരിക്കാനാണ്. ക്രമം കെട്ടവർ എന്നാൽ വഴിവിട്ടവർ, തെറ്റായി പോകുന്നവർ എന്നൊക്കെയുള്ള അർത്ഥത്തിലാണ്. ഞാൻ കരുതുന്നത് സ്വന്തമായി പോകുവാൻ ആഗ്രഹിക്കുന്നവരാണ് ഈ കൂട്ടർ. എന്ന് പറഞ്ഞാൽ ദൈവത്തിൽ ആശ്രയിക്കാതെ ദൈവം ചെയ്യുന്ന പ്രവർത്തനങ്ങളെ കൈ താങ്ങുന്നതിന് പകരം തങ്ങളുടെ ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്യുന്നതിൽ തൽപരരായിരിക്കുന്ന കൂട്ടരാണ് ഈ ക്രമം കെട്ട് നടക്കുന്നവർ. അവർക്ക് മുന്നറിയിപ്പ് നൽകണം, അവരെ ശരിയായ പാതയിൽ കൊണ്ടുവരുവാൻ അവർക്ക് ബുദ്ധി ഉപദേശിക്കണം. ക്രമം കെട്ടവർ ജീവിതത്തിൽ ഒരു ചിട്ടയും ഇല്ലാത്തവർ ആയിരിക്കണമല്ലോ. ദൈവമക്കൾ ഏറ്റവും അധികം ചിട്ടയുള്ളവരായിരിക്കണം. ഓരോ കാര്യങ്ങൾ ചിട്ടയായി ചെയ്യുന്നതിന് ശ്രമിക്കണം. ഉറക്കത്തിന് ക്ലിപ്ത സമയം ഉണ്ടാകണം. പഠിക്കുവാനും ജോലി എടുക്കുവാനും ഒക്കെ ക്ലിപ്ത സമയം ഉണ്ടായിരിക്കണം. ചിലർ തോന്നുമ്പോൾ എഴുന്നേൽക്കും. ഒരു ചിട്ടയുമില്ലാതെ മണിക്കൂറുകൾ സോഷ്യൽ മീഡിയയും TV-യുടെയൊക്കെ മുമ്പിൽ ഇങ്ങനെ ചെലവഴിക്കും. അല്ലെങ്കിൽ ഫോണിലൂടെ ആരോടെങ്കിലും ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കും. ഒരു ദൈവപൈതലിന് ഒരിക്കലും ചേരുന്നതല്ല ഈ വക പ്രവർത്തനങ്ങൾ എന്ന് ഞാൻ ഓർപ്പിക്കട്ടെ. ഇവിടെ നമുക്ക് ചിട്ടയുണ്ടാകണം. 7-ാമത്തെ കൽപ്പന, ഉൾക്കരുത്തില്ലാത്തവരെ ധൈര്യപ്പെടുത്തുവിൻ. ഈ ഉൾക്കരുത്തില്ലാത്തവർ എന്നതുകൊണ്ട് പൗലോസ് എന്താണ് അർത്ഥമാക്കുന്നത്? മാനസിക പ്രശ്നമുള്ളവരെന്നല്ല പൗലോസ് ഇവിടെ പറയുന്നത്. പിന്നെയോ ദൈവത്തിനു വേണ്ടി മുമ്പോട്ടിറങ്ങുവാൻ ഭയപ്പെടുന്നവർ എന്ന അർത്ഥമാണ് ഉൾക്കരുത്തില്ലാത്തവർ. അങ്ങനെയുള്ളവരെ പ്രോത്സാഹിപ്പിക്കണം എന്ന് പറഞ്ഞാൽ പല കാരണങ്ങളാൽ മടിച്ചു നിൽക്കുന്നവരുണ്ട്. അവരെ കുറ്റം പറഞ്ഞതുകൊണ്ട് കാര്യമില്ല. അവരെ പ്രോത്സാഹിപ്പിക്കുകയാണ് വേണ്ടത്. ധൈര്യപ്പെടുത്തുകയും ആശ്വസിപ്പിക്കുകയും വേണം. അഥവാ വീണുപോയാൽ കൈപിടിച്ചെഴുന്നേൽപ്പിക്കണം. ഞാൻ അങ്ങനെ ഒരു തീരുമാനമെടുത്താൽ എന്തായിരിക്കും അതിൻ്റെ ഫലമെന്ന് ചിന്തിച്ച് കലങ്ങിയിരിക്കുന്ന പലരുമുണ്ട്. അവരെ ധൈര്യപ്പെടുത്തണം. ഞാൻ കൂടുണ്ട്. ഞാൻ ഈ തീരുമാനമെടുത്താൽ എന്നെക്കൊണ്ടത് ചെയ്യുവാൻ സാധിക്കുമോ എന്ന് ചിന്തിച്ച് പതറിയിരിക്കുന്ന ആളുകളുണ്ട്. അവരുടെ തോളിൽ കൈയിട്ട് അവരോട് പറയുക, സഹോദര സഹോദരി, ഭയപ്പെടേണ്ട, താങ്കൾക്കത് ചെയ്യുവാൻ കഴിയും. ഞാൻ താങ്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ്. എൻ്റെ അടുത്ത് വരുന്ന പലരോടും ഞാൻ പറയാറുണ്ട്, തോൽക്കുമെന്ന് തോന്നുമ്പോൾ, ആകെ തകരുമെന്ന് തോന്നുമ്പോൾ അനേകർ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു എന്നോർക്കുക. അതൊരു വലിയ ധൈര്യമായിരിക്കും. ഇന്ന് അനേകർക്കും ആവശ്യം ഈ ധൈര്യപ്പെടുത്തലാകുന്നു. ഉൾക്കരുത്തില്ലാത്തവർ. എന്തൊരാശ്വാസമാണ് അങ്ങനത്തെ ധൈര്യമല്ലേ! എത്ര വലിയ പ്രോത്സാഹനമാകുന്നു നാം ഇവിടെ കാണുന്നത്. പലപ്പോഴും നമുക്കെല്ലാവർക്കും ആവശ്യമായിരിക്കുന്ന ഒരു സംഗതി അത്രേ ഇത്. ഇതൊരു ശുശ്രൂഷയായി കണ്ട് നാം എപ്പോഴും മറ്റുള്ളവരെ ആശ്വസിപ്പിക്കേണ്ടതുണ്ട്. ചിലർ വളരെ ചെറിയ കാര്യത്തിന് പോലും ആകെ തകർന്നിരിക്കുന്നതായി കാണാവുന്നതാണ്. വളരെ ചെറിയ കാര്യങ്ങൾക്ക് അവരെ ഒന്ന് പ്രോത്സാഹിപ്പിച്ച് ആശ്വസിപ്പിച്ച് നാം അവരെ അങ്ങനെ മാറ്റിക്കഴിയുമ്പോൾ വേറൊരു പ്രശ്നവുമായി അവർ വരുന്നത് കാണാം. സാരമില്ല, വരട്ടെ. അങ്ങനെയുള്ളവരെ താങ്ങുവാൻ തക്ക ക്ഷമ നമുക്കുണ്ടാകണം. വീട്ടിലുള്ളവരാകാം, ജീവിത പങ്കാളിയാകാം. അപ്പോൾ ക്ഷമ നഷ്ടപ്പെടരുത്. നമ്മുടെ കുഞ്ഞുങ്ങളെയൊക്കെ നമ്മൾ എത്ര കരുതലോടെയാണ് വീണ്ടും 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 അതേ കാര്യം പറഞ്ഞ് അവരെ വളർത്തിക്കൊണ്ടുവരുന്നത്. അതുകൊണ്ട് ആരെങ്കിലും പ്രശ്നമാകുന്നു എന്ന് പറയുമ്പോൾ നാം അവരെ അവഗണിക്കരുത്. 8-ാമത്തെ കൽപ്പന, ബലഹീനരെ താങ്ങുക. ഇതിനൊരു വിശദീകരണത്തിൻ്റെ ആവശ്യമില്ലല്ലോ. ഇതങ്ങ് ചെയ്താൽ മതിയാകും അല്ലേ? ഇവിടെ വിശ്വാസത്തിൽ ബലഹീനരായവരെ കുറിച്ചാണ് പറയുന്നത്. അവർക്ക് മറ്റുള്ളവരോടൊപ്പം കാൽ വെക്കുവാൻ പ്രയാസമാണ്. കാരണം അവർ ശിശുക്കളാണ്. അവരെ സഹായിക്കേണ്ടതുണ്ട്. അവരെ പൊക്കിയെടുത്ത് കൂടെ കൊണ്ടുപോകുവാൻ ശ്രമിക്കൂ. ഞാൻ പറഞ്ഞു മനസ്സിലായല്ലോ?
കണ്ണി കാണുന്നവരെല്ലാം പൊക്കാൻ നിൽക്കേണ്ട. ഇങ്ങനെയുള്ള ആളുകളെ അവരെ കൈതാങ്ങുക. ബലഹീനരെ താങ്ങുവാൻ നാം ചെയ്യേണ്ട 2 കാര്യങ്ങളുണ്ട്. 1, അവരെ പ്രോത്സാഹിപ്പിക്കണം. 2, അവരെ ഉപദേശിക്കണം. അതേസമയം തന്നെ അവർക്ക് ഇടർച്ചയുണ്ടാകുന്നത് നാം ചെയ്യാതിരിക്കണം. 9ാമത്തെ കൽപ്പന, എല്ലാവരോടും ദീർഘക്ഷമ കാണിപ്പീൻ. അതിൻ്റെ അർത്ഥം നിങ്ങൾ കോപിക്കരുതെന്നാണ്. അത് വളരെ പ്രയാസമുള്ള കാര്യമാണ്. കോപിക്കുക, ഈർഷ്യ ഉണ്ടാകുക, ഇറിറ്റേറ്റഡ് ആകുക. നാം നമ്മുടെ തൊഴിൽ രംഗങ്ങളിൽ, ജോലി രംഗങ്ങളിൽ, ബന്ധങ്ങളിൽ അഭക്തരായ, അശുദ്ധരായ ആളുകളെ കണ്ടുമുട്ടും. അവരോടൊക്കെ ക്ഷമയോടെ ഇരിക്കുവാൻ വളരെ പ്രയാസമാണ്. എന്നാൽ ദൈവകൽപ്പന നാം എല്ലാവരോടും ക്ഷമയോടെ ഇരിക്കണം എന്നത്രേ. ഇനി 15ാം വാക്യം നമുക്ക് നോക്കാം. 15ാം വാക്യം, ആരും തിന്മയ്ക്ക് പകരം തിന്മ ചെയ്യാതിരിപ്പാൻ നോക്കുവീൻ, തമ്മിലും എല്ലാവരോടും എപ്പോഴും നന്മ ചെയ്തുകൊണ്ടിരിപ്പീൻ. ഇത് 10ാമത്തെ കൽപ്പനയാണ്. ആരും തിന്മയ്ക്ക് പകരം തിന്മ ചെയ്യരുത് എന്ന് പറഞ്ഞാൽ അന്യോന്യം വഴക്കിടരുതെന്ന്. സാധാരണ നമ്മോട് തിന്മ ചെയ്തു എന്ന് തോന്നുന്ന ഒരാളോട് പകരം തിന്മ ചെയ്യുവാൻ മാത്രമേ നമുക്ക് തോന്നൂ. എന്നെക്കുറിച്ച് അപവാദം പറഞ്ഞ ഒരാളെക്കുറിച്ച് എന്തെങ്കിലും പറയണം എന്നേ എനിക്ക് തോന്നൂ. എന്നെക്കുറിച്ച് മോശമായി ചിന്തിക്കുന്ന ഒരാളെ പ്രോത്സാഹിപ്പിക്കുവാൻ സാധിക്കുന്നത് വലിയ കാര്യമാണ്, പക്ഷേ അത് സാധിക്കില്ല. എന്നാൽ അങ്ങനെ വേണമെന്നാണ് ക്രിസ്തുയേശുവിൻ്റെ കൽപ്പന. 11ാമത്തെ കൽപ്പന നാം കണ്ടത്, തമ്മിലും എല്ലാവരോടും എപ്പോഴും നന്മ ചെയ്തുകൊണ്ടിരിപ്പീൻ. ജീവിതത്തിൻ്റെ 3 വിധത്തിലുള്ള തത്വശാസ്ത്രങ്ങളുണ്ട്, അല്ലെങ്കിൽ ജീവിത പെരുമാറ്റത്തിൻ്റെ 3 നിലവാരങ്ങൾ. ഒന്നാമത്തേത്, വിജാതീയ ലോകം നന്മയ്ക്ക് പകരം തിന്മ ചെയ്യുന്ന ഒരു തത്വത്തിലാണ് പ്രവർത്തിക്കുന്നത്. വേറൊരു വിധത്തിൽ പറഞ്ഞാൽ, അവൻ നിന്നെ പിടിക്കുന്നതിന് മുമ്പ് നീ അവനെ പിടിക്കുക. അതാണ് ലോകത്തിൻ്റെ ചിന്ത. അതിന് ഏതു മാർഗവും ഉപയോഗിക്കാവുന്നതാണ്. എൻ്റെ കാര്യം സാധിക്കുവാൻ ആരെയും എന്തും ചെയ്യുന്ന പ്രകൃതം, അത് വിജാതീയ തത്വശാസ്ത്രമാകും. എൻ്റെ കാര്യത്തിനായി ആരെയും നശിപ്പിക്കുന്ന പ്രവണത എത്ര മ്ലേച്ഛമാണ്, മൃഗീയമാണ്. സ്വന്തം വയറ് നിറയ്ക്കുവാൻ നിരപരാധികളെ കൊന്നു തിന്നുന്ന കാട്ടുമൃഗം പോലെയാണത്. 2ാമത്തെ ചിന്താഗതി, സംസ്കാര സമ്പന്നരെന്ന് പറയുന്ന, വിദ്യാസമ്പന്നരെന്ന് പറയുന്ന കൂട്ടത്തിൻ്റെ നിലവാരമുണ്ട്. നിങ്ങൾക്ക് നന്മ ചെയ്യുന്നവർക്ക് നിങ്ങളും നന്മ ചെയ്യുക എന്നുള്ള തത്വം. ആ പ്രമാണത്തിലാണ് സാധാരണ ഈ രാഷ്ട്രീയ പാർട്ടികൾ പ്രവർത്തിക്കാറുള്ളത്. ഒരു തെരഞ്ഞെടുപ്പിൽ വിജയിക്കുവാൻ ഒരു വ്യക്തി ഒരു രാഷ്ട്രീയക്കാരനെ സഹായിച്ചെന്നാൽ ഈ നേതാവ് ജയിച്ചു വരുമ്പോൾ തന്നെ സഹായിച്ചവന് ഒരു ജോലി കൊടുക്കുവാൻ സഹായിക്കുന്നു, അല്ലെങ്കിൽ അതുപോലെ എന്തെങ്കിലും സഹായം. താങ്കളുടെ സ്വന്തമായവരുടെ സഹായത്തിനായി ശ്രമിക്കുക. സംസ്കാര സമ്പന്നരെന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന ഇന്നത്തെ ലോകത്തിൻ്റെ തത്വശാസ്ത്രം അതത്രേ. ലൂക്കോസ് എഴുതിയ സുവിശേഷം 6ാം അധ്യായത്തിൻ്റെ 33ാം വാക്യത്തിൽ കർത്താവ് പറഞ്ഞത്, നിങ്ങൾക്ക് നന്മ ചെയ്യുന്നവർക്ക് നന്മ ചെയ്താൽ നിങ്ങൾക്ക് എന്ത് ഉപകാരം? പാപികളും തങ്ങളെ സ്നേഹിക്കുന്നവരെ സ്നേഹിക്കുന്നുവല്ലോ. ഒരു ദൈവപൈതൽ വളരെ വ്യത്യസ്തമായ ഒരു നിലവാരത്തിലാണ് ജീവിക്കേണ്ടത്. നമുക്ക് തിന്മ ചെയ്യുന്നവർക്ക് നാം നന്മ ചെയ്യണം. സ്വാഭാവിക നിയമങ്ങൾക്ക് വിപരീതമാണത്. ഒരു വ്യക്തി താങ്കളെ അടിച്ചെന്നാൽ സ്വാഭാവികമായി ഉടനെ അവനെ തിരികെ അടിക്കുവാനല്ലാതെ കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കുവാൻ നമുക്കാർക്കും തോന്നാറില്ല. തോന്നുമോ? അഥവാ കെട്ടിപ്പിടിക്കുവാൻ തോന്നിയാൽ തന്നെ കടിച്ചു പറിക്കാമെങ്കിൽ അത് ചെയ്യുവാനാണ് തോന്നാറുള്ളത്, ഇല്ലേ? അഥവാ നന്മ ചെയ്താൽ തന്നെ നമ്മുടെ മനസ്സിലെ ഭാവം റോമലേഖനം 12ാം അധ്യായത്തിൽ പൗലോസ് പറഞ്ഞതായിരിക്കും. അവിടെ നാം വായിക്കുന്നു, നിൻ്റെ ശത്രുവിന് വിശക്കുന്നുവെങ്കിൽ അവന് തിന്മാൻ കൊടുക്കുക, ദാഹിക്കുന്നുവെങ്കിൽ കുടിപ്പാൻ കൊടുക്കുക, അങ്ങനെ ചെയ്താൽ നീ അവൻ്റെ തലമേൽ തീക്കനൽ കുന്നിക്കുമെന്ന്. പലരും തിന്മയ്ക്ക് പകരം നന്മ ചെയ്യുന്നത് ഈ ശത്രുവിൻ്റെ തലമേൽ തീക്കനൽ കുന്നിക്കണമേ എന്ന പ്രാർത്ഥനയോടെയാണ്. അതെ, സ്വാഭാവികമായുള്ള പ്രവർത്തനങ്ങൾക്കും അപ്പുറമാണ് നമ്മുടെ നിലവാരം എന്ന് മറക്കരുത്. ഓരോരുത്തർ നമുക്കെതിരെ ചെയ്യുന്നതിനും പറയുന്നതിനും എല്ലാം പകരം ചെയ്യുവാൻ തുടങ്ങിയാൽ നമുക്കതിനേ സമയം കാണൂ, അതിന് സമയം തികയില്ല. പിന്നെ എപ്പോഴാണ് ജീവിക്കുന്നത്? എപ്പോഴാണ് ഫലപ്രദമായി പ്രവർത്തിക്കുന്നത്? പലരും മരണക്കിടക്കയിലാകുമ്പോഴാണ് ഈ യാഥാർത്ഥ്യം ഓർക്കുന്നത് തന്നെ. ഉടനെ തന്നെ എല്ലാവരെയും വിളിച്ച് ക്ഷമ ചോദിക്കുകയും കരച്ചിലുമൊക്കെയാകും. എന്നാൽ നഷ്ടപ്പെട്ടു പോയത് തിരികെ കിട്ടുമോ? നമ്മുടെ മുൻഗണന നഷ്ടപ്പെടുമ്പോഴാണ് ഈ വഴക്കുകൾ നടക്കുന്നത്. ജീവിതത്തിൽ ശരിയായ ലക്ഷ്യത്തോടെ മുന്നേറുന്നവർക്ക് വഴക്കുണ്ടാക്കുവാൻ സമയം കാണില്ല.
ഇനിയും 12-ാമത്തെ കൽപ്പന നോക്കിക്കേ. 11 ഞാൻ പറഞ്ഞു കഴിഞ്ഞു, ഇനിയും 12. 16-ാം വാക്യം, എപ്പോഴും സന്തോഷിപ്പിൻ. അടുത്ത 3 കൽപ്പനകൾ ഒരുമിച്ച് പോകുമെന്നാണ് തോന്നുന്നത്. സന്തോഷിപ്പീൻ എന്നാൽ ആഹ്ലാദപൂർണരായിരിപ്പീൻ എന്നല്ല. മനസ്സിലായല്ലോ? പൗലോസ് ഇവിടെ സംസാരിക്കുന്നത് ആഹ്ലാദത്തിമിർപ്പിൻ്റെ സമയത്തെക്കുറിച്ചല്ല. ഇംഗ്ലീഷിൽ റിജോയ്സ് എന്നാണ് ഉപയോഗിച്ചിരിക്കുന്നത്, ഹാപ്പി എന്നല്ല. ഈ ഹാപ്പി അല്ലെങ്കിൽ ആഹ്ലാദം എന്നുള്ളത് പുതിയ നിയമ വാക്കല്ല. അത് പൗലോസ് ഫിലിപ്പി ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്ന കർത്താവിലെ സന്തോഷമാണ്. ഇവിടുത്തെ അർത്ഥം അതാണ്. കർത്താവിൽ എപ്പോഴും സന്തോഷിപ്പീൻ. സന്തോഷിപ്പീൻ എന്ന് ഞാൻ പിന്നെയും പറയുന്നു എന്ന് പൗലോസ് പറയുന്നു. എത്ര ആശ്ചര്യജനകമായൊരു കൽപ്പന! 10 കൽപ്പനകളിൽ താങ്കൾക്ക് കാണുവാൻ കഴിയാത്ത ഒന്നത്ര ഈ കൽപ്പന. എപ്പോഴും സന്തോഷിക്കുക. ദുഃഖമുഖത്തോടു കൂടി നടക്കേണ്ടവനല്ല ഒരു ദൈവ പൈതൽ. അതിനുള്ള അവകാശമേ അവനില്ല. താങ്കൾ ഒരു ദൈവ പൈതലാകുന്നു എങ്കിൽ എന്തിലും അധികം സന്തോഷിക്കണം. കൃത്രിമ സന്തോഷമല്ല, വച്ചു കെട്ടിയൊരു ചിരിയല്ല, പിന്നെയോ ആത്മാർത്ഥമായ സന്തോഷം. അതും ആത്മാവിൻ്റെ ഫലമാകുന്നു. സ്നേഹം, സന്തോഷം, സമാധാനം നമ്മൾ വായിക്കുന്നല്ലോ. പ്രതിസന്ധികളുടെ മധ്യത്തിലും സന്തോഷിക്കുന്ന ദൈവത്തിൻ്റെ ആ വഴി തിരിച്ചറിയുന്ന ഒരു ദൈവ പൈതൽ. ദൈവകൃപ. വേദനയുടെ മധ്യത്തിലും സ്തോത്രം ചെയ്യുന്ന അവസ്ഥ. ഇരുളടഞ്ഞ ഭാവിയെ നോക്കി പുഞ്ചിരിക്കുവാൻ സാധിക്കുന്ന ദൈവകൃപ. സാഹചര്യങ്ങൾക്ക് അതീതമായി സന്തോഷിക്കുന്ന അവസ്ഥ. അതേ സുഹൃത്തെ, താങ്കൾക്ക് സന്തോഷിക്കുവാൻ സാധിക്കുന്നില്ല എങ്കിൽ ദൈവവചനം വായിക്കുവാൻ ആരംഭിക്കുക. എന്നിട്ട് താങ്കളുടെ ഹൃദയത്തിൽ ആ സന്തോഷം നിറയ്ക്കുവാൻ ദൈവത്തോട് അപേക്ഷിക്കുക. അവനത് ചെയ്യും. സന്തോഷിക്കുവാനുള്ള കൽപ്പന നാം ഒരിക്കലും നിരസിക്കരുത്. ഇത് കൽപ്പനയാണ്. വേണമെങ്കിലാകാം, വേണ്ട എങ്കിൽ വേണ്ട എന്ന് പറയുവാൻ സാധിക്കില്ല. മിലിറ്ററി ഓർഡറാണ്. ദൈവത്തിൻ്റെ ആത്മാവ് നമ്മുടെ ഹൃദയത്തിൽ സന്തോഷം നൽകുന്നവനാണ്. എന്നാൽ സാത്താൻ നമ്മുടെ സന്തോഷത്തെ എടുത്തു കളയുന്നവനാണ്. സാത്താൻ്റെ പ്രവർത്തനങ്ങളെ നാം തിരിച്ചറിയണം. ദൈവഹിത പ്രകാരമുള്ള ദുഃഖം വലിയ സന്തോഷത്തിലേക്ക് നയിക്കും. എന്നാൽ സദാ ദുഃഖിതരായിരിക്കുവാൻ ഇടയാകുന്നത് നാം സാത്താന് വിധേയപ്പെടുന്നതിനാലാണ്. 17-ാം വാക്യത്തിൽ നാം വായിക്കുന്നത് ഇടവിടാതെ പ്രാർത്ഥിപ്പിൻ. ഇത് 13-ാമത്തെ കൽപ്പനയാണ്. ഇടവിടാതെ പ്രാർത്ഥിപ്പിൻ. നാം പ്രാർത്ഥനയുടെ ഒരു മനോഭാവത്തിലായിരിക്കുന്നതിനെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. അല്ലാതെ ഒരാൾ 24 മണിക്കൂറും മുട്ടിന്മേൽ നിൽക്കുന്നതിനെക്കുറിച്ചല്ല ഇവിടെ പറയുന്നത്. ക്രമമായി പ്രാർത്ഥിക്കണം. നിരന്തരമായി പ്രാർത്ഥനയുടെ മനോഭാവത്തിലായിരിക്കണം. അതെ, ദൈവ സാന്നിധ്യ ബോധത്തിൽ. ഇടപെടാതെ പ്രാർത്ഥിക്കുന്ന ഒരു ദൈവ പൈതൽ നിരന്തരമായി ദൈവ സാന്നിധ്യ ബോധത്തിലായിരിക്കും. പ്രാർത്ഥന വളരെ ആവശ്യമായിരിക്കുന്ന ഒരു ഘടകമാകുന്നു എന്ന് മറക്കരുത്. പ്രാർത്ഥനയിലൂടെയാണ് ദൈവത്തോട് നമുക്കുള്ള സ്നേഹവും അവനിലുള്ള നമ്മുടെ ആശ്രയവും വെളിപ്പെടുത്തുന്നത്. ഇതിനോട് ബന്ധപ്പെടുത്തി പറഞ്ഞിരിക്കുന്ന അടുത്ത കൽപ്പന നോക്കിക്കേ. 18-ാം വാക്യത്തിൽ, എല്ലാറ്റിനും സ്തോത്രം ചെയ്യുവീൻ, ഇതല്ലോ നിങ്ങളെക്കുറിച്ച് ക്രിസ്തുയേശുവിൽ ദൈവ ഇഷ്ടം. ഏത് സാഹചര്യത്തിലും ദൈവത്തിന് നന്ദി പറയുവാനാണ് ഇത് നമ്മോട് പറയുന്നത്. ആണ്ടിലൊരിക്കൽ സ്തോത്രപ്രാർത്ഥന നടത്തുവാനല്ല. ഇവിടെ എല്ലാറ്റിനും അല്ലെങ്കിൽ എല്ലാത്തിനും എന്നുപയോഗിച്ചിരിക്കുന്ന തർജ്ജിമ അത്ര ശരിയാണോ എന്ന് തോന്നുന്നില്ല. കാരണം ജീവിതത്തിൽ വന്ന് സംഭവിക്കുന്ന എല്ലാത്തിനും വേണ്ടി ദൈവത്തിന് നന്ദി പറയുവാനല്ല പൗലോസ് പഠിപ്പിക്കുന്നത്. പിന്നെയോ എല്ലാറ്റിലും അല്ലെങ്കിൽ എല്ലാ സാഹചര്യത്തിലും. തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായോ? നമ്മുടെ ജീവിതത്തിൽ ദോഷം ദൈവത്തിൽ നിന്ന് വരുന്നതല്ല. അതുകൊണ്ട് അതിനുവേണ്ടി നാം ദൈവത്തിന് നന്ദി പറയേണ്ടതില്ല. എന്നാൽ നമുക്ക് ദോഷം വന്ന് ഭവിക്കുമ്പോൾ നമുക്ക് ദൈവിക സാന്നിധ്യത്തിനായും നമുക്ക് സംഭവിച്ചിരിക്കുന്ന പ്രതിസന്ധികളെ നന്മയ്ക്കാക്കി തീർക്കും എന്ന ഉറപ്പിനാലും ദൈവത്തിന് സ്തോത്രം ചെയ്യാവുന്നതാണ്. ഈ കാര്യം പ്രത്യേകം ഓർക്കണം. നമ്മുടെ പ്രിയപ്പെട്ട ആരെങ്കിലും മരിച്ചു പോകുമ്പോൾ സ്തോത്രം പറയാം. എന്നാൽ ആൾ പോയതിനല്ല സ്തോത്രം പറയുന്നത്. അത് നമുക്ക് ദുഃഖമാണ്. എന്നാൽ ആ ദുഃഖത്തിൻ്റെ സമയത്ത് കർത്താവ് തൻ്റെ സാന്നിധ്യം നൽകി ആശ്വസിപ്പിച്ചതിനും ഈ വേദനയുടെ സമയം കർത്താവ് നന്മയ്ക്കായി തീർക്കുമെന്നതിനാലും നമുക്കവന് നന്ദി പറയുവാൻ സാധിക്കും. തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായോ? പ്രതിസന്ധികൾ ജീവിതത്തിൽ വരരുത് എന്ന് പറഞ്ഞാൽ നടക്കില്ല. നാം കഷ്ടങ്ങളിലൂടെ പോകും, അത് തീർച്ചയാണ്. എന്നാൽ കർത്താവ് അത് നന്മയ്ക്കായി തീർക്കും, അത് നിശ്ചയമാണ്. ഇവിടെ പറയുന്നത് ഇതല്ലോ നിങ്ങളെക്കുറിച്ചുള്ള
ദൈവഹിതം, ദൈവേഷ്ടം, ക്രിസ്തുവിൽ ദൈവേഷ്ടം. താങ്കൾ എൻ്റെ അടുത്ത് വന്ന് താങ്കളെക്കുറിച്ചുള്ള ദൈവഹിതം എന്തെന്ന് എന്നോട് ചോദിച്ചാൽ എനിക്ക് പറയുവാൻ സാധിക്കുന്നത് താങ്കളെക്കുറിച്ചുള്ള ദൈവഹിതം 3 പ്രത്യേക കാര്യങ്ങളാകുന്നു. എപ്പോഴും സന്തോഷിപ്പിൻ, ഇടവിടാതെ പ്രാർത്ഥിപ്പിൻ, എല്ലാറ്റിലും സ്തോത്രം ചെയ്യുവിൻ. അതാണ് നിങ്ങളെക്കുറിച്ചുള്ള ദൈവഹിതം. മനസ്സിലായല്ലോ? എപ്പോഴും സന്തോഷിക്കണം, ഇടവിടാതെ പ്രാർത്ഥിക്കണം, എല്ലാറ്റിനെക്കുറിച്ച് സ്തോത്രം ചെയ്യണം. അത് സംഭവിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ ദൈവഹിതത്തിന് വെളിയിലാണ്. 15-ാമത്തെ കൽപ്പനയാണ് 19-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്. ആത്മാവിനെ കെടുക്കരുത്. പരിശുദ്ധാത്മാവിനെ ചിത്രീകരിക്കുന്നതായി പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം തീയാകുന്നു. എങ്ങനെയാണ് സാധാരണ നാം തീ കെടുത്താറുള്ളത്? വെള്ളം കോരി ഒഴിക്കല്ലേ? അതല്ലെങ്കിൽ അത് നിലത്തിട്ടിട്ട് അത് കത്താതിരിക്കുവാൻ വേണ്ടത് എന്തെങ്കിലുമൊക്കെ ചെയ്യും. ആത്മാവിനെ കെടുക്കുക, കെടുത്തിക്കളയുക എന്നാൽ താങ്കൾ ദൈവഹിതം ചെയ്യുവാൻ വിസമ്മതിക്കുക എന്നർത്ഥമാണ്. അതായത് താങ്കൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ ശ്രദ്ധിക്കാതിരിക്കുക, ബോധർ ചെയ്യാതിരിക്കുക. താങ്കളെ നടത്തുന്ന വ്യക്തിയായി പരിശുദ്ധാത്മാവ് ഇരിക്കുന്നതിനെ താങ്കൾ നിഷേധിക്കുന്നു, തള്ളിക്കളയുന്നു എന്നാണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത്. നാം നമ്മുടെ കൈകളിൽ കാര്യങ്ങൾ എടുത്ത് നമുക്ക് തോന്നിയതുപോലെ ജഡികമായി അവ ചെയ്യുവാൻ ആരംഭിക്കുമ്പോൾ വാസ്തവത്തിൽ നാം പരിശുദ്ധാത്മാവിനെ കെടുക്കുകയാണ്. ഒരാളോട് ക്ഷമിക്കാൻ പരിശുദ്ധാത്മാവ് പറയുമ്പോൾ നാം അവനെ തള്ളിക്കളയുമ്പോൾ ഓർക്കണം, നാം പരിശുദ്ധാത്മാവിനെ കെടുക്കുകയാണ്. അപ്പോൾ പരിശുദ്ധാത്മാവിന് പ്രവർത്തിക്കുവാൻ ഇടം കൊടുക്കാതിരിക്കുമ്പോൾ നാം വാസ്തവത്തിൽ കത്തിക്കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ നമ്മോട് ആജ്ഞാപിച്ചുകൊണ്ടിരിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ മേൽ വെള്ളം കോരി ഒഴിക്കുകയാണ്. എഫേസ്യയിലെ വിശ്വാസികളോടും പൗലോസ് പറഞ്ഞ കാര്യം ഇത് തന്നെയാണ്. എഫേസ്യ ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 30-ാം വാക്യത്തിൽ പറഞ്ഞ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്, അവനാലല്ലോ നമുക്ക് വീണ്ടെടുപ്പ് നാളിനായി മുദ്രയിട്ടിരിക്കുന്നത്. ഒരു വസ്തുവിനെ, ഒരു ശക്തിയെ താങ്കൾക്ക് ദുഃഖിപ്പിക്കുവാൻ സാധ്യമല്ല. ഒരു വ്യക്തിയെ മാത്രമേ ദുഃഖിപ്പിക്കുവാൻ സാധിക്കൂ. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയാണ്. നമ്മുടെ ജീവിതത്തിലെ പാപത്താൽ അവൻ ദുഃഖിക്കുന്നു. അതുപോലെ തന്നെ നാം ദൈവഹിതത്തിൽ നിന്നും വെളിയിൽ പോകുമ്പോൾ അവനെ കെടുത്തുകയാണ് ചെയ്യുന്നത്. കെടുത്തുകയാണ്. അവൻ പ്രവർത്തിക്കാതെ നാം അവനെ പരിമിതിപ്പെടുത്തുകയാണ്. 20-ാം വാക്യത്തിൽ നാം വായിക്കുന്നത് പ്രവചനം തുച്ഛീകരിക്കരുത്. ഇത് 16-ാമത്തെ കൽപ്പനയാണ്. പ്രവചനം തുച്ഛീകരിക്കരുത്. ദൈവവചനം പഠിപ്പിക്കുമ്പോൾ അത് ഏതോ കുറഞ്ഞ കാര്യമാകുന്നു എന്ന വിധത്തിൽ ചിന്തിക്കുകയും സംസാരിക്കുകയും ചെയ്യരുത്. അതൊന്നും എൻ്റെ നിലവാരത്തിന് ചേരുന്നതല്ല എന്നാണ് ചിലരുടെ ഭാവം. ദൈവവചനത്തോട് അലക്ഷ്യമായ അല്ലെങ്കിൽ താല്പര്യമില്ലാത്തൊരു ഭാവം വെച്ച് പുലർത്തരുത്. ക്രിസ്തീയ ശുശ്രൂഷയിലുള്ള അനേകർക്ക് ദൈവവചനം അറിയില്ല എന്നതിനാൽ അവർ ബൈബിൾ പഠനത്തെ താഴ്ത്തിക്കെട്ടി സംസാരിക്കാറുണ്ട്. അതൊന്നും ഈ കാലത്തിന് ചേരുന്നതല്ലെന്നേ, അതാണ് അവർ പറയുന്നത്. അല്ലെങ്കിൽ ആരാ പഠിപ്പിക്കുന്നത്? ഇന്നാരാണോ? അയാൾക്ക് എന്തറിയാം? അയാൾ ഇന്ന സഭക്കാരനല്ലേ? നമുക്കറിയാമോ? അതില്ല. മറ്റുള്ളവർ അറിയുവാൻ ആഗ്രഹിച്ചാൽ പ്രോത്സാഹിപ്പിക്കുമോ? അതുമില്ല. പൗലോസ് നൽകുന്ന 16-ാമത്തെ കൽപ്പന പ്രവചനത്തെ, ദൈവവചനത്തെ തുച്ഛീകരിക്കരുത്. അതായത് ദൈവവചനത്തിൻ്റെ പഠിപ്പീരുകളെ തുച്ഛീകരിക്കരുത് എന്നാണ്. 21-ാം വാക്യത്തിൽ നാം 17-ാമത്തെ കൽപ്പന കാണുന്നു. സകലവും ശോധന ചെയ്ത് നല്ലത് മുറുകെ പിടിപ്പീൻ. സകലവും ശോധന ചെയ്യുവീൻ, കാണുന്നതെല്ലാം അങ്ങ് സ്വീകരിക്കരുത്. ആരെങ്കിലും വന്ന് കരഞ്ഞു പറഞ്ഞാൽ, ആകർഷകമായ ഒരു റിപ്പോർട്ട് നൽകിയാൽ ഉടനെ പണം വാരിക്കൊടുക്കരുത്. താങ്കൾക്കൊന്നും അറിയാൻ പാടില്ലാത്ത പ്രോജക്റ്റുകൾക്ക് സംഭാവന ചെയ്യരുത്. ശോധന ചെയ്യണം. നാം കബളിപ്പിക്കപ്പെടരുത്. ഇന്ന് വളരെയേറെ പറയേണ്ട ഒരു കാര്യമാണിത്. നാം പുണ്യം കിട്ടുവാനോ ശല്യമൊഴിയുവാനോ ദൈവവേലയ്ക്കെന്ന് പറഞ്ഞ് പണം കൊടുക്കരുത്. ആരെങ്കിലും നമ്മെ പുകഴ്ത്തി പറഞ്ഞാൽ ഉടനെ നാം വീണുപോകരുത്. ഇന്ന് വളരെയേറെ ചതി നടക്കുന്നുണ്ട് എന്ന് നാം ഓർക്കണം. 18-ാമത്തെ കൽപ്പന പറയുന്നത് നല്ലത് മുറുകെ പിടിപ്പീൻ, സത്യസന്ധമായിട്ടുള്ളതിനെ മുറുകെ പിടിക്കുക. ഇനി 22-ാം വാക്യത്തിലേക്ക് വന്നാട്ടെ. 19-ാമത്തെ കൽപ്പനയാണ് സകലവിധ ദോഷവും വിട്ടകലുവീൻ. സംശയാസ്പദമായ വിനോദങ്ങളെയും സമയം വിനിയോഗിക്കലിനെയുമാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഏതെങ്കിലും ഒരു കാര്യം തെറ്റാണോ ശരിയാണോ എന്നൊരു സംശയം താങ്കളുടെ മനസ്സിലുണ്ടെങ്കിൽ താങ്കൾക്കത് തെറ്റാണ്. കാഴ്ചയിൽ ദോഷമെന്ന് തോന്നുന്നതൊക്കെ വിട്ടകലുവാനാണ് ഇവിടുത്തെ ചിന്ത. ഇനി 23-ാം വാക്യത്തിൽ നാം കാണുന്നത് സമാധാനത്തിൻ്റെ ദൈവം തന്നെ നിങ്ങളെ മുഴുവനും ശുദ്ധീകരിക്കുമാറാകട്ടെ. നിങ്ങളുടെ ആത്മാവും പ്രാണനും ദേഹവും അശേഷം നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പ്രത്യക്ഷതയിൽ
അനന്യമായി വെളിപ്പെടും വണ്ണം കാക്കപ്പെടുമാറാകട്ടെ. ആത്മാവ്, പ്രാണൻ, ദേഹം എന്നിങ്ങനെ ത്രിവിധ അസ്തിത്വമുള്ള വ്യക്തിയാണ് മനുഷ്യൻ. നിങ്ങളെ മുഴുവനും ശുദ്ധീകരിക്കുമാറാകട്ടെ. പൂർണ്ണമായി എന്നല്ല, പിന്നെയോ നാം പക്വതയുടെ ഒരു സ്ഥാനത്ത് എത്തേണ്ടതുണ്ട്. ക്രിസ്തുവിൽ ശിശുക്കളായി നാം തുടരരുത്. നാം പക്വതയിലേക്ക് വളരുന്നവരാകണം. 24-ാം വാക്യത്തിൽ നാം വായിക്കുന്നു, നിങ്ങളെ വിളിക്കുന്നവൻ വിശ്വസ്തനാകുന്നു, അവൻ അത് നിവർത്തിക്കും. താങ്കൾക്ക് ദൈവത്തെ ആശ്രയിക്കാം. ദൈവത്തെ താങ്കളുടെ ജീവിതത്തിൽ എല്ലാ കാര്യത്തിലും ആശ്രയിക്കാവുന്നതാണ് എന്ന് ഈ വാക്യം പറയും. 25-ാം വാക്യത്തിൽ നാം 20-ാമത്തെ കൽപ്പന കാണുകയാണ്. സഹോദരന്മാരെ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിപ്പീൻ. സുവിശേഷ പ്രവർത്തകർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് 20-ാമത്തെ കൽപ്പന. താങ്കൾ ഇന്ന് പൗലോസിന് വേണ്ടി പ്രാർത്ഥിക്കേണ്ട കാര്യമില്ല. അതിനുവേണ്ടി ശ്രമിച്ചാൽ അത് നടക്കില്ല. എന്നാൽ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്ന് പറയുമ്പോൾ എനിക്ക് വേണ്ടി നിങ്ങൾക്ക് പ്രാർത്ഥിക്കുവാൻ സാധിക്കും. അത് ഞാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. അത് ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു. ഇപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ സഭാ ശുശ്രൂഷകന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ സാധിക്കും. നിങ്ങൾ അറിയുന്നതായ സുവിശേഷകന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ സാധിക്കും. അവർ അത് ആഗ്രഹിക്കുന്നു എന്ന് എനിക്കറിയാം. ഇത് വളരെ താല്പര്യത്തോടെ നാം ചെയ്യേണ്ടതാണ്. 26-ാം വാക്യത്തിൽ നാം കാണുന്നത്, സകല സഹോദരന്മാരെയും വിശുദ്ധ ചുംബനത്താൽ വന്ദനം ചെയ്യുവിൻ. 21-ാമത്തെ കൽപ്പന. ഇതും ഒരു കൽപ്പനയാണ്. എന്നാൽ ചുംബനം വിശുദ്ധമായിരിക്കണമെന്ന് മാത്രം. ഇന്നത്തെ സാഹചര്യത്തിൽ ഒരു ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കുന്നതായിരിക്കും നല്ലത്. 27-ാം വാക്യത്തിൽ നാം കാണുന്നു, കർത്താവാണ് സഹോദരന്മാരെ ഒക്കെയും ഈ ലേഖനം വായിച്ച് കേൾപ്പിക്കണം. 22-ാമത്തെ കൽപ്പനയാണത്. സഹോദരന്മാരെ ഒക്കെയും ഈ ലേഖനം വായിച്ച് കേൾപ്പിക്കണം. 28-ാം വാക്യത്തിൽ നാം വായിക്കുന്നു, നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപ നിങ്ങളോടുകൂടെ ഇരിക്കുമാറാകട്ടെ. ഇത് പറഞ്ഞ പൗലോസ് ഈ ലേഖനം അവസാനിപ്പിക്കുകയാണ്. എൻ്റെയും പ്രാർത്ഥന അതുതന്നെയാണ്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. യേശുക്രിസ്തുവിൻ്റെ കൃപ നിങ്ങളോട് കൂടെ ഇരിക്കുമാറാകട്ടെ. എത്ര അനുഗ്രഹിക്കപ്പെട്ടതായ ഒരു ലേഖനമല്ലേ? എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സഹോദര സഹോദരി, താങ്കളുടെ ജീവിതത്തിൽ ഇത് എത്രമാത്രം പ്രാവർത്തികമാക്കുവാൻ സാധിക്കുന്നുണ്ട്? ഈ 22 കൽപ്പനകൾ എഴുതിയിട്ട് ജീവിതത്തിൽ അനുസരിക്കുവാൻ, അനുവർത്തിക്കുവാൻ, ദൈവത്തിന് വേണ്ടി ജീവിക്കുവാൻ സമർപ്പിച്ചാട്ടെ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും. കർത്താവാണ് സഹോദരന്മാരെയൊക്കെയും ഈ ലേഖനം വായിച്ച് കേൾപ്പിക്കണമെന്ന് പറഞ്ഞാണ് വിശുദ്ധ പൗലോസ് ഈ 1-ാം ലേഖനം അവസാനിപ്പിക്കുന്നത്. അതേ കാര്യം ഞങ്ങളും ആവർത്തിക്കട്ടെ. ഈ പഠനം നിങ്ങൾക്ക് അനുഗ്രഹമായിരിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കും പ്രയോജനപ്പെടുത്തിയാലും. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപ നിങ്ങളോടുകൂടെ ഇരിക്കുമാറാകട്ടെ.